أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുന്നാസ് സൂറത്തുന്നാസ് എന്ന് പറയുമ്പോൾ ഏതൊരു മുസ്ലിമിൻ്റെ ലൈഫിലും ദിവസം ഓതുന്ന ഒരു സൂറത്താണ്. അത് പല കാരണങ്ങളാൽ ഒന്ന് ചെറിയ സൂറത്തുകളാണ് നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ ഓതുക. പിന്നെ മുഅവ്വിദത്തൈനി എന്നറിയപ്പെടുന്ന രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുൽ ഫലഖും സൂറത്തുന്നാസും അത് അഭയത്തിൻ്റെ അള്ളാഹുവോടുള്ള അഭയവും രക്ഷയും തേടുന്ന സൂറത്തുകളായാണ് ഈ രണ്ട് സൂറത്തുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ആയത്ത് ഒന്നാമത്തെ ആയത്തിലെ നാസ് എന്നുള്ള വേർഡ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 1 2 3 4 5 5 സ്ഥലത്ത് അല്ലേ, 1 2 3 4 4 സ്ഥലത്ത് വരുന്ന ഒന്ന് ഖന്നാസാണ്. ഈ 4 സ്ഥലത്തും നാസ് എന്ന്. അപ്പം നാസ് എന്ന പദം ആണ് ആദ്യം, അതിനെ പറ്റിയാണ് പറയുന്നത്. നാസ് അല്ല ഇത് ശരിക്ക്, നൂന് ഷദ്ദുണ്ട്. ഊതി വരുമ്പോൾ നാസ്. തജ്വീദിൻ്റെ നിയമം പറയുന്ന കൂട്ടത്തിൽ തജ്വീദിൻ്റെ ക്ലാസ് പാരലായിട്ട് നടക്കുന്നുണ്ട്, ഓരോ സൂറത്ത് വെച്ചിട്ട് തന്നെ അതിൽ അത് പറയുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ നാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് സ്ഥലങ്ങളൊക്കെ എടുത്ത് നോക്കണം, അവിടെയൊക്കെ വല്ലാത്ത അവസ്ഥയിൽ മനുഷ്യർ തമ്മിലുള്ള വിവേചനം, സമ്പത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഒക്കെ ഇങ്ങനെ പല രീതിയിലുള്ള തരംതിരിവുകൾ, വേർതിരിവുകൾ ഉണ്ട്. എന്നാൽ ഇസ്ലാം, അള്ളാഹുവിന് ആ അർത്ഥത്തിലുള്ള വേർതിരിവൊന്നുമില്ല. അള്ളാഹു ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും വേണ്ടി സൂര്യനെ ഉദിപ്പിക്കുകയും അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹു. അതേപോലെയാണ് വിശുദ്ധ ഖുർആനും ഹുദൻ ലിന്നാസാണ്, ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണ്. അപ്പോൾ അത് മുസ്ലിമിൻ്റെ, ഹിന്ദുവിൻ്റെ, ക്രിസ്ത്യൻ്റെ എന്നല്ല, ആദമിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അപ്പോൾ ആദമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരും ആദമിൻ്റെ മക്കളാണ്. അപ്പോൾ ഇവിടെ നാസ് എന്ന പ്രയോഗത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ ജനങ്ങളും വരാനുള്ള ജനങ്ങളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ മനുഷ്യർക്ക് വേണ്ടിയാണ്, ആ എല്ലാ ജനങ്ങളെയുമാണ് മാൻകൈൻഡ്, മനുഷ്യ സമുദായമേ, മനുഷ്യ സമൂഹമേ എന്ന് വിളിക്കുന്ന ഒരു മീനിങ് ആണ് നാസ് എന്ന് പറഞ്ഞാൽ. ഇനി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യത്തെ വാക്ക് അതിനോട് ചേർന്നുള്ള വാക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഒരായത്ത് അടുത്ത ആയത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെയാണ് സൂറത്തുന്നാസ് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒന്നിൽ നിന്ന് ഒന്നിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. കുൽ, പറയുക. ഇത് പറയുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരം വാക്കാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ലോകത്തെല്ലാവരോടും പറയാം എന്ന് വെച്ചാൽ അത് പണ്ഡിതന്മാരായ ആലിമീങ്ങൾ അത് ലോകത്തോട് പറയണം. ഇത് പഠിക്കുന്ന ഓരോ വ്യക്തിയും ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമാണിത്. എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാവരും ഇത് കേൾക്കട്ടെ, വിളിച്ചു പറയുക എന്നാണ് അർത്ഥം. എല്ലാവരും അറിയട്ടെ. കുൽ, എല്ലാവരോടും പറയാ. അഊദു, ഞാൻ അഭയം തേടുന്നത്. അപ്പോൾ നമ്മൾ ഈ അഭയം തേടുമ്പോൾ നമ്മൾ പലയിടത്തും കാണാറില്ലേ, ഹിന്ദുക്കൾ അവരുടെ വീടുകളിലും അവരുടെ വാഹനങ്ങളിലും വീടിൻ്റെ മുമ്പിലും ഒക്കെ അവരുടേതായ ദൈവങ്ങളുടെ പേര് വെച്ചിട്ട് അഭയം ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ, ഒരു KSRTC ബസ്സിൽ, നാട്ടിലുള്ള ഒരു സാധാരണ ബസ്സിൽ എല്ലാവരും യാത്ര ചെയ്യാമെന്ന് വിചാരിക്കാം. അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പെട്ടെന്ന് ബസ് ഒരു നല്ല ആഴമുള്ള ഒരു സ്ഥലത്തേക്ക് മറിയാന്ന് വിചാരിച്ചു, നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ബസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ആക്സിഡൻറ്റിൻ്റെ മുമ്പുള്ള ആ ടൈമാണ്, മരണം മുന്നിൽ കാണുന്ന സമയം, എല്ലാവരും അവരവരുടേതായ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കും, അല്ലെ, അഭയം ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് നമുക്ക് ഈ കാര്യത്തെ, നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് സൃഷ്ടികളോടാണ്. അതായത് അള്ളാഹുവിൻ്റെ, അഥവാ ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. തൗഹീദ് അഥവാ ഏകദൈവത്വം, അതാണ് സത്യമെന്ന് പലർക്കും അറിയില്ല. സാധാരണക്കാരായ ഹിന്ദുക്കൾക്കോ സാധാരണക്കാരായ ക്രൈസ്തവർക്കോ അതറിയില്ല. എന്നാൽ അസാധാരണരായ, അതായത് അത്യാവശ്യം അറിവ് പഠിച്ച ക്രൈസ്തവ പുരോഹിതന്മാർക്കും ഹൈന്ദവ വേദങ്ങൾ പഠിച്ച ഹൈന്ദവർക്കും അത് അറിയാം സത്യം.
അവർ അവർക്കൊക്കെ ഈ വഹദാനിയത്തിൻ്റെ, ഇപ്പം ക്രൈസ്തവർ പറയും യഹോവ എന്നൊക്കെ പറയും. അതായത് അവരുടെ ആത്യന്തികമായ ക്രൈസ്തവ ലോകത്തിൻ്റെ പഠന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള നല്ല മനുഷ്യന്മാർ, അവർ ഏകദൈവത്തെ, അത് ജൂത സമൂഹവും അതല്ലാത്ത ലോകത്തുള്ള പല മിക്ക ദർശനങ്ങളിലും ഈ തൗഹീദുണ്ട്, അഥവാ ഏകദൈവത്വമുണ്ട്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവരും, അത് സാധാരണക്കാരായ പിന്നെ എന്താണ്, താഴെക്കടയുള്ള ചില ഹിന്ദു സഹോദരങ്ങളും പറയും നമ്മളൊക്കെ ദൈവം ഒന്നല്ലേ എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അത് സത്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഈ സൂറത്തിൽ കംപ്ലീറ്റ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഊദു, ഞാൻ അഭയം ചോദിക്കുന്നത് റബ്ബിൻ നാസാണ്. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളടത്ത് റബ്ബിൻ്റെ വിശദീകരണം വിശദമായി പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ആ റബ്ബ്, ജനങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന, എല്ലാം ചെയ്തു തരുന്ന ആ റബ്ബിനോട് ഞാൻ അഊദു, നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം ഖുർആൻ ഓതുമ്പോൾ. അത് കഴിഞ്ഞ ക്ലാസ്സിലും അത് പറഞ്ഞിരുന്നു. അഊദു ബില്ലാ എന്ന് പറയുന്നതോടുകൂടെ നമ്മൾ അഭയം തേടുകയാണ്. നമ്മുടെ അത്താണി അള്ളാഹുവാണ്. അഭയം ചോദിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അഊദു ബി റബ്ബിന്നാസ്, അപ്പോൾ ജനങ്ങളുടെ റബ്ബിനോട്, മുസ്ലിമിൻ്റെ റബ്ബ് എന്നല്ല അവിടെ പ്രയോഗം, എല്ലാ മനുഷ്യരുടെയും റബ്ബായിട്ടുള്ള റബ്ബിലേക്ക് ഞാൻ അഭയം ചോദിക്കുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിലേക്ക്. എന്നിട്ട് പറയുന്നു ആ റബ്ബിനൊരു പ്രത്യേകത മലിക്കിന്നാസാണ്. ഈ മലിക്ക് എന്നുള്ളത് നമ്മൾ മാലിക് യൗമിദ്ദീൻ നമ്മൾ പഠിച്ചപ്പോൾ മാലിക് എന്നുള്ള വേർഡ് എന്താണ്? മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാണ്. സർവാധിപതിയായ ആ പരലോക മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ സർവാധിപതിയായ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബ്, അതാണ് മാലിക്. പക്ഷെ ഇവിടെ മലിക് എന്ന് പറഞ്ഞാൽ കിങ്, ഇത് രാജപദവിയാണ്. ജനങ്ങളുടെ യഥാർത്ഥ രാജാവാരാണ്. ഇപ്പം ലോകത്തെ വ്യത്യസ്തമായ നാടുകളിൽ, വ്യത്യസ്ത ദേശങ്ങളിൽ കാലങ്ങളായി, ഇപ്പോൾ ഫിറഔൻ വലിയ രാജാവായിരുന്നു, ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വലിയ രാജാവാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ പ്രസിഡന്റിനൊക്കെ അവർ പറയുമെങ്കിലും ഒരു രാജാധിപത്യ സ്വഭാവം, അല്ലെങ്കിൽ ഇന്ന് സൗദി രാജാവ് നമുക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ലോകത്തിനെ അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇവരൊക്കെ വലിയ രാജാവായിട്ട് വാഴുകയാണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അവർക്ക് രോഗശയ്യയിലാണ്. അവരുടെ നാമം പോലെ അവർ വലിയ ആളുകളായിരുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ലോകത്തുള്ള മുമ്പത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ, അവരൊന്നും ഒരു പുല്ലുവിലയില്ലാതെ അവരുടെ വീടുകളിൽ അവർ ജീവിക്കണം. അവരുടെ അധികാരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇപ്പം ഭരിക്കുന്ന ആളുകളാവട്ടെ, ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആവട്ടെ, ഇവർക്കൊക്കെ വളരെ താൽക്കാലികമായ, ഒരു പക്ഷേ ഈ യൂട്യൂബിൽ എൻ്റെ ക്ലാസ് 5 വർഷം കഴിഞ്ഞ് കേൾക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ ഈ ഡേറ്റിലുള്ള പ്രധാനമന്ത്രിയെ പറ്റി അവർ ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയെ പറ്റിയായിരിക്കും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ രാജപദവി വരെ വളരെ നൈമിഷികവും താൽക്കാലികവുമാണ്. ഒരു 5, 10, 15 വർഷത്തേക്കുള്ള ഒരു സംവിധാനം എന്നതിലപ്പുറത്തേക്ക് ആരും ഇവിടെ രാജാവായിട്ടൊന്നും വാഴാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെക്കാൾ കുറച്ച് വർഷങ്ങൾ കൂടട്ടെ കുറയട്ടെ. അപ്പോൾ ഇതൊക്കെ താൽക്കാലം. എന്നാൽ യഥാർത്ഥ രാജാവ്, എല്ലാറ്റിൻ്റെയും ആധിപത്യമുള്ള യഥാർത്ഥ മുലൂക്കിയത്തുള്ള മലിക്കായ ജനങ്ങളുടെ മലിക്കാരാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അപ്പോൾ അതാണ് ഇവിടെ കൃത്യമായി പറയുന്നത്, മലിക്കിൻ നാസ്. അപ്പോൾ റബ്ബായ ഞാൻ അഭയം ചോദിക്കുന്നത് ആരോടാണ്? റബ്ബിനോട്, ജനങ്ങളുടെ റബ്ബിനോട്, ജനങ്ങളുടെ രാജാവിനോട്. തീർന്നിട്ടില്ല, ഇലാഹിന്നാസ്. ഈ ഇലാഹിന്നാസ് ഉലൂഹിയത്ത് കുറച്ച് അധികമായിട്ട് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഒരു ഇലാഹാണ് ഇവിടെ. ഈ ഇലാഹിന് കുറച്ച് സമയം അധികം എടുക്കുകയാണ്. കാരണം ഉലൂഹിയത്ത് പലപ്പോഴും പല മദ്രസകളിലും അല്ലെങ്കിൽ ഇൽമിൻ്റെ മജ്ലിസുകളിലൊന്നും അധികം അങ്ങ് ചർച്ച ചെയ്യാറില്ല. നമ്മൾ ഹവ എന്ന വാക്ക് കേട്ടില്ല? ഹവ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. അത് എത്തുന്ന സന്ദർഭത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഈ ഹവ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നലുകളെയാണ് ഹവ എന്ന് പറയാം. തൻ്റെ തോന്നലുകളെ ഇലാഹാക്കിയവൻ എന്ന് അള്ളാഹു ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അതിൽ ആരും തടസ്സം നിൽക്കാൻ വരരുത്, എൻ്റെ തീരുമാനമാണ് വലുത്, അല്ലെ ഞാനാണ് ഇതിൻ്റെ കാര്യം തീരുമാനിക്കുക എന്ന് നമ്മൾ പറയുന്നതിനാണ് ഹവ എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്, ഞാൻ എനിക്ക് എൻ്റെ മേലെ പഠിച്ചോൻ വേണ്ട. ഉം. എൻ്റെ ഇലാഹ് ഞാനാണ്. അപ്പോൾ ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു വെറും വാക്കല്ല അത്. വെറും ഒരു വാക്കായിരുന്നെങ്കിൽ മക്കയിൽ ബദർ യുദ്ധം നടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഇസ്ലാമിക നബി ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കയിലെ ഏറ്റവും പ്രബലമായ ഗോത്രത്തിലെ ഖുറൈശി ഹാഷിം കുടുംബത്തിൽ വന്ന ഖുറൈശികളിൽ പെട്ട, അതും അബ്ദുൽ മുത്തലിബ് കഅബയുടെ സംരക്ഷകരായിരുന്ന ഏറ്റവും പൗരപ്രാമാണിക കുടുംബത്തിലെ പ്രധാനപ്പെട്ട 10 മക്കളിലെ പിന്നെ പിന്നെ അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ചില്ലറക്കാരനല്ല മുഹമ്മദ് റസൂലുള്ള. പാവപ്പെട്ട ഏതെങ്കിലും കുടുംബത്തിൽ നിന്നല്ല വന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള ശേഷിയും പവറും ഉണ്ടായിരുന്നു. എന്നിട്ടും ആ ജനത വിസ്മരിക്കാൻ കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് അതിന്റെ ഒരു വശം പഠിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതോടുകൂടി ആ 360ഓളം വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്ന കഅബാലയത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ മാർക്കറ്റും ബിസിനസ്സും സകലമാന അവർ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടുകൂടി അവരുടെ മെയിൻ ബിസിനസ് മക്ക പട്ടണം ത്തിന്റെ മുഴുവൻ ബിസിനസ് കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും എന്നാണ് അവർ ഭയപ്പെട്ടത്. അവരുടെ അധികാര നഷ്ടം മാത്രമല്ല അതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഇലാഹ് അള്ളയാണ് എന്ന വാക്കിന് വിശാലമായൊരു അർത്ഥമുണ്ട്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഇലാഹായിട്ട് അള്ളാഹുവിനെ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടെ പിന്നെ മറ്റ് ഇസങ്ങൾക്ക് ബൈ പറയേണ്ടി വരും. മറ്റ് ഇപ്പം ലോകത്ത് ഒരുപാട് ഇസങ്ങളുണ്ട്. കമ്മ്യൂണിസം, സോഷ്യലിസം, മറ്റ് ഇസം, പല ഇസങ്ങളും ഉണ്ട്. അതിനൊക്കെ അതിൻ്റെതായ നന്മകളുണ്ട്, അതിൻ്റെതായ നെഗറ്റീവ് തിന്മകളുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റെല്ലാ ഐഡിയോളജി, മനുഷ്യനിർമ്മിത മാൻമെയ്ഡ് ആയിട്ടുള്ള സകല പ്രത്യയശാസ്ത്രങ്ങളോടും, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, പല വിധത്തിലുള്ള ആശയ ചിന്താധാരകളുടെ പിന്നണി വാഹകരായിട്ട് നിലകൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല 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 സാധനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ലോകത്തുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ ഒന്നും ഫോളോവറായിട്ട് മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നമുക്കൊരൊറ്റ ഫോളോവർ, എൻ്റെ ഇലാഹ്, എൻ്റെ സാമ്പത്തികമായ താല്പര്യങ്ങൾ, ഞാൻ എൻ്റെ പൈസ എവിടെ ചിലവാക്കണം, എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെ സമ്പാദിക്കണം, സാമ്പത്തികം പറയാണ്, അതിൻ്റെ ഇലാഹ് അത് അള്ളാഹുവാണ്. അത് അള്ളാഹുവാണ്. ഇനി എൻ്റെ കുടുംബം, എൻ്റെ മക്കളുടെ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ, മക്കളെത്ര ജനിപ്പിക്കണം, മക്കളെ കൊല്ലണോ, ഭ്രൂണഹത്യ ചെയ്യണോ, എനിക്ക് 5 മക്കളായി, 6ാമത്തെ മോനുണ്ടായി എന്ന് അറിഞ്ഞു വയറ്റിൽ, ഡോക്ടർ പറഞ്ഞു നമുക്ക് അങ്ങ് അബോർട്ട് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? ഇല്ല, അങ്ങനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂല. ഇത് ദീനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ഈ വിഷയത്തിൽ ഇതാണ്. മക്കളെ വളർത്തുന്ന, ജനിപ്പിക്കുന്ന വിഷയത്തിൽ ഞാൻ അവിടെ പോയിട്ട് വളർത്താം. അവരേത് വിദ്യാഭ്യാസം നേടണം, അവരെങ്ങനെ വളരണം, അവർ നിസ്കരിക്കണോ വേണ്ടേ, അവർ മുസ്ലിം ആവണോ, എന്താകണം, ഭാര്യയുടെ വസ്ത്രം എന്താവണോ, എൻ്റെ വസ്ത്രം എന്താവണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ആളുകളോട് എങ്ങനെ പെരുമാറണം, എൻ്റെ സാമൂഹ്യ ബാധ്യതകൾ എന്താണ്, അയൽപ്പക്കക്കാരോടുള്ള ബാധ്യത എന്താണ്, എൻ്റെ രാജ്യത്തോടുള്ള എൻ്റെ സ്നേഹം എങ്ങനെയായിരിക്കണം, ലോക ജനതയെ ഞാൻ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി വിശ്വസാഹോദര്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖല മുതൽ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കിടപ്പറയിലെ രഹസ്യങ്ങൾ അടക്കം എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വാക്കാണ് ഇലാഹ്. എൻ്റെ സകലതിൻ്റെയും ഇലാഹ് അള്ളാഹുവിലേക്ക് ഞാൻ എന്നെ ബന്ധപ്പെടുത്തി കഴിഞ്ഞു. അത് രാജാവായ, റബ്ബായ, ഇലാഹായ ജനങ്ങളുടെ എല്ലാവരുടെയും ഇലാഹ് അള്ളാഹുവാണ്. അല്ല എല്ലാവർക്കും കൊടുത്തിരും. ഇപ്പം ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇതിൻ്റെ ഒരു 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 തമാശ. ഈ മനുഷ്യന്മാരില്ലേ സൃഷ്ടി പൂജ നടത്തുന്ന, ഈ ഭൂമിയിൽ നമ്മളിപ്പോൾ ഒരുപാട് കാറ്റഗറി മതങ്ങളും ഇസങ്ങളും ഒക്കെ ലോകത്തുണ്ട്. പക്ഷെ നമുക്ക് രണ്ട് നെല്ലും പതിരും വേറിരിക്കാൻ ഒരൊറ്റ വാക്കിൽ മതി: സൃഷ്ടിപൂജ നടത്തുന്നവർ, സൃഷ്ടാവിനെ പൂജിക്കുന്നവർ. സൃഷ്ടിപൂജ നടത്തുന്നവർ, സൃഷ്ടാവിനെ പൂജിക്കുന്നവർ. ഭൂമി സൃഷ്ടിയാണ്, ജീവജാലങ്ങൾ സൃഷ്ടിയാണ്. മരങ്ങളും ചെടികളും ഇവിടെയുള്ള ഭൂമിയിലെ ജീവജാലങ്ങളെയൊക്കെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതിനിപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്നുണ്ടോ പേരെടുത്ത്. ജീവിവർഗങ്ങളെ, നമ്മൾ പട്ടി, പൂച്ച, നായ, എരുമ, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ഇതിനെ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് അതിനെ പൂജിക്കുക, അതിനോടല്ല ഇലാഹാക്കണ്ട്, അതിനെയല്ല നമ്മൾ ഇലാഹാക്കണ്ട്. ഇലാഹ് സർവശക്തനായ അള്ളാഹുവാണ്. എന്നാലാവട്ടെ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണല്ലോ ഇത്.
നമ്മുടെ അടുത്തൊരു പൂച്ച വരുമ്പോൾ ഇതും ഒരു സൃഷ്ടിയാണ്. ആരുടെ? അള്ളാഹിൻ്റെ. അത് അള്ളാഹിൻ്റെ സൃഷ്ടിയാന്നുള്ളതിൻ്റെ പേരിൽ അതിനോട് നമുക്ക് സ്നേഹം കാണിക്കണം. അല്ലാതെ അത് വരുന്ന പൂച്ച അള്ളാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ തരം താന്നിട്ടുണ്ട്. അതൊക്കെ ഒരു തമാശയാണ് യഥാർത്ഥത്തിൽ. തലയിൽ ഓളമില്ലേ? പല സ്ഥലത്ത് അഫല തഖിലൂൻ ചോദിക്കുന്നുണ്ട് ഖുർആന്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, വിവേകമില്ലേ, ഇതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇലാഹിന്നസ്, ഇലാഹായിട്ടുള്ള ഉലൂഹിയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടെ നമ്മുടെ ഭൗതികമായ ശരീരത്തിൻ്റെ ജഡിക താല്പര്യങ്ങൾ, മലയാളമാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്, ജഡികമായ താല്പര്യം. ശരീരം ഒരു ജഡമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവ് വിട്ട് കഴിഞ്ഞാൽ ഒരു ജഡമാണ്, ബോഡി. അപ്പം ബോഡിക്ക് ബോഡിയുടേതായ താല്പര്യങ്ങളുണ്ട്. അവിടെ കിടക്കണം, ഇപ്പോൾ ഉറങ്ങണം, ഇപ്പം തിന്നണം, ഇപ്പം തന്നെ ചെയ്യണം, ഇപ്പം തന്നെ അങ്ങോട്ട് പോകണം, ഇപ്പം തന്നെ ഇത് ചെയ്യണം. ഇത് ബോഡിയുടെ താല്പര്യം, വികാരങ്ങൾ, ഇതൊക്കെ ബോഡിയുടെ താല്പര്യമാണ്. അപ്പോൾ ഈ ബോഡിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ ഹനിക്കാൻ പറ്റില്ല, ദീനിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ജഡിക താല്പര്യങ്ങളെക്കാൾ തൻ്റെ ആത്മീയമായ ആത്മാവിൻ്റെ താല്പര്യം, ആത്മാവ് എന്ന് പറയുന്ന വിശുദ്ധമായ കളങ്കമില്ലാത്ത സാധനം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. അത് ഉലൂഹിയത്തുമായിട്ട്, ഇലാഹുമായിട്ട് നമ്മൾ ബന്ധിക്കുമ്പോഴത്തേക്ക് ബന്ധം, ഇത് കുറച്ച് വലിയ ടോപ്പിക്, അതുകൊണ്ടാണ് കുറച്ച് അധികമായിട്ട് പറയുന്നത്. കാരണം ഞാൻ ഇതിനെപ്പറ്റി പഠിച്ച പഠനത്തിലും എൻ്റെ വായനകളിലും എവിടെ എത്താത്തൊരു വിഷയമാണിത്. എവിടെ എത്താത്തതെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വളരെ ഇൽമ് കുറഞ്ഞ മനുഷ്യനാണ്. കാരണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക വെറുതെ, അങ്ങനെയല്ല. വെറുതെ നമ്മൾ എത്രത്തോളം ഒരു വിഷയത്തെ പറ്റി പഠിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അതിൽ അജ്ഞത ബോധ്യപ്പെടുക ചെയ്യുക. എനിക്ക് ഇത്രയും കാലം ഈ വിഷയത്തിൽ അറിവില്ലായിരുന്നു എന്ന് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴും കൂടുതൽ ആലിമീങ്ങളും എന്താ പറയുക, പണ്ഡിത വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആലിമീങ്ങളുടെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്, അവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അല്ലെങ്കിൽ നമ്മുടെ വായനയിലൂടെയും ചിന്തകളിലൂടെയും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഉലൂഹിയത്ത് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു വിഷയം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നമ്മൾ ഇലാഹ് എന്ന് പറഞ്ഞാൽ സിമ്പിളായ കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഇലാഹ്, എൻ്റെ അള്ളാഹ് എന്ന വാക്ക് ഇലാഹ് എന്നതിനുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അതായത് അള്ളാഹ് എന്ന് വിളിക്കുന്നതോടുകൂടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ചില്ലറ വാക്കല്ല. അതൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ആളുകൾ അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ അള്ളാഹു അക്ബർ അല്ല, പള്ളിയിൽ മുഴങ്ങുന്ന അള്ളാഹു അക്ബർ, അള്ളാഹു തന്നെ അക്ബർ. പിന്നെ എൻ്റെ എൻ്റെ ചിന്തകൾക്കും എൻ്റെ നിലപാടുകൾക്കും അതിൽ സ്ഥാനമില്ല അടിസ്ഥാന വിഷയങ്ങളിൽ. ഓക്കെ. ഇപ്പം ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റേതായ ഇഷ്ടങ്ങൾ ഞാൻ ഹനിക്കുമ്പോഴാണ് അയാൾ ത്യാഗം ചെയ്യുന്ന ഒരു മുഅ്മിനും മുജാഹിദുമായിട്ട് മാറുന്നത്. അപ്പോൾ മുജാഹിദ് പറഞ്ഞാൽ എന്താ? ജിഹാദ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത് ഈ ഉലൂഹിയത്തിൽ നമ്മുടെ ആത്മാവിനെ പിടിച്ചു നിർത്തുമ്പോഴാണ്. അപ്പോഴാണ് അവൻ്റെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് അവൻ്റെ എല്ലാ ബാധ്യതകളും അവൻ നിർവഹിക്കുന്നത് ഇലാഹായിട്ടുള്ള അള്ളാഹുവിലേക്ക് അവനെ ഉലൂഹിയത്തിൽ നമ്മൾ അതിനെ ബന്ധിപ്പിച്ച് നിർത്തുമ്പോഴാണ്. അപ്പം മലിക്ക് എന്നുള്ളതിന് കിങ്, അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. മലിക്കായ സർവാധിപത്യം, ഇതിൻ്റെ രാജാധികാരം അള്ളാഹുവിനാണ്. എല്ലാറ്റിൻ്റെ രാജാധികാരം അള്ളാഹുവിനാണ്. നമ്മളൊക്കെ തൽക്കാലത്തേക്ക് ഏൽപ്പിക്കപ്പെട്ട, നമ്മളിപ്പോൾ ഒരു വീട് എടുക്കണം, നല്ലൊരു വീട്, ഇത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് നല്ലൊരു വീട് എടുക്കണം, അല്ല ഒരു കാറ് മേടിക്കണം. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഞാനാണ് ഇനി ഇതിൻ്റെ രാജാവ്. ഒരു രാജാവില്ല, തൽക്കാലത്തേക്ക്, വെരി ടെമ്പററി. ആ വീട് ഒരു ഒരു 5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പഴയ വീട് എന്ന് വിചാരിച്ചോളൂ. 5 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു വീട് നമ്മൾ പോയിട്ട് വാങ്ങുകയാണ്. പഴയ 4 കെട്ട് തറവാടാന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു പഴയ തറവാട് നമ്മൾ പോയിട്ട് വാങ്ങി, ഒക്കെ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ മുമ്പിൽ വലിയ രാജാവായിട്ട് കസാരയിട്ട് ഇരുന്നിട്ട് നമ്മൾ ആ വീട് നോക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ വീട്. അപ്പോൾ ആ വീട് നമ്മളോട് റിപ്ലൈ ചെയ്യണേ, ഇതുപോലെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് കസാലട്ടി ഇരുന്നിട്ടുണ്ട്, നീയൊക്കെ ഒരു 10-25 കൊല്ലം ഇവിടെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് വേറെ ആൾക്കാർ വിറ്റ് നിങ്ങൾ പോകും, നിങ്ങളുടെ വീടൊന്നുമല്ല ഇത് എന്ന് പറയുന്ന സ്വഭാവത്തിൽ നമുക്ക് ഈ ദുനിയാവിൽ നൽകപ്പെട്ട അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരുന്ന് കിട്ടാനുള്ളതൊക്കെ വളരെ താൽക്കാലികവും നശ്വരവുമായ വളരെ ടെമ്പററി ആയിട്ട് നമുക്ക് നൽകപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉലൂഹിയത്തെ എല്ലാ കാര്യത്തിൻ്റെയും അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ. അപ്പോൾ ഹവയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഹവ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ തോന്നലുകളും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെയും മാറ്റി നിർത്തി അതിനെ ത്യജിച്ച് ഇലാഹായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അത് വിശാലമായ അർത്ഥമുള്ള വലിയൊരു വിഷയമാണ്.
അത്രയും വിശാലമായ ഒരു അർത്ഥം. തൻ്റെ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടാവായ റബ്ബിൻ്റെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും അനുസരിച്ചാകും എന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് നമ്മൾ പറയുന്നതോടുകൂടി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അതെത്താതെ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ദിക്റ് ഒരു സാധുവായ ഒരു മനുഷ്യന്, ചിലരൊക്കെ അങ്ങനെ പറയും 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. അതല്ല, 1,00,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലട്ടെ, ചൊല്ലിക്കോ, കൂലിയുണ്ട്, അതല്ല വിഷയം. പക്ഷേ ആ പറയുന്നത് എന്ത് എന്ന ബോധ്യമില്ലാതെ പറയുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടുകൂടി ഇവന് വലിയൊരു പ്ലഡ്ജ് എടുക്കുകയാണ്, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈ സൂറത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ സൂറത്തിൽ ആദ്യത്തെ ആയത്തിൽ നമ്മൾ പറയുന്നു റബ്ബായ, ജനങ്ങളുടെ റബ്ബായ, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ ഇലാഹായ. അപ്പോൾ ഇലാഹിന് നമ്മൾ ആരാധ്യൻ എന്ന മലയാള വാക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇലാഹായ എന്ന് തന്നെ പറയുന്നത്. ഇലാഹായ, മലിക്കായ, റബ്ബായ, റബ്ബായ, ജനങ്ങളുടെ റബ്ബായ, ജനങ്ങളുടെ രാജാവായ, ജനങ്ങളുടെ ഇലാഹിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. എന്തിൽ നിന്ന്? എന്തിനാണ്, എന്ത് വിഷയത്തിലാണ് അഭയം ചോദിക്കുന്നത്? ഇബ്ലീസിൽ നിന്ന്. അതാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത. ഈ ഇബ്ലീസിൽ നിന്ന് അഭയം ചോദിക്കുക എന്ന് പറയുമ്പോൾ മീ ഷെരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ വസ്വാസ് എന്നുള്ള വാക്ക് മലയാളത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു വസ്വാസ്, വല്ലാത്തൊരു വസ്വാസ് എന്നല്ലേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ വസ്വസ് എന്ന് പറഞ്ഞ വാക്കിന് ദുർമന്ഥനം, ദുർബോധനം എന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പം പരസ്യം ഉണ്ടല്ലോ, പരസ്യം, നമ്മൾ ഈ ചാനലുകളിലൊക്കെ വരുന്ന പരസ്യം, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും വന്നിട്ട് ആ പ്രോഡക്റ്റ് റിവ്യൂ വരികയും അത് വാങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. പ്രേരണ നടത്തുക, പ്രേരണ ഉണ്ടാക്കുക. തെറ്റുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവില്ല, നമ്മുടെ മനസ്സ് ഒരിക്കലും തെറ്റ് ചെയ്യൂല. ജെന്യൂനായിട്ട് നമ്മുടെ മനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഫിത്രത്തിലുള്ള മനസ്സാണ് എല്ലാ മനുഷ്യന്മാരുടെയും. നമ്മുടെ ഒക്കെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞായി ജനിച്ചപ്പോഴുള്ള ആ മനസ്സ് തന്നെയാണ് ഇപ്പോഴുള്ളത്. അതായത് നമ്മുടെ മനസ്സൊരിക്കലും തെറ്റ് ചെയ്യില്ല, മനസ്സാക്ഷി ഒരിക്കലും തെറ്റ് സമ്മതിച്ചു കൊടുക്കൂല. പക്ഷേ നമ്മുടെ മനസ്സുകളെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചിട്ട് ആ തെറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത് ആദം അലൈഹി ഇസ്ലാമിൻ്റെ മനസ്സിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പറയപ്പെട്ട ചരിത്രം ഹവ്വ ബീവിയുടെ മനസ്സിനെ പ്രേരിപ്പിച്ചു എന്നൊക്കെയാണ്. എന്തായാലും ഹവ്വ ബീവി ആവട്ടെ, ആദം അലൈഹി ഇസ്ലാം ആവട്ടെ, ആ പഴം വിലക്കപ്പെട്ട അത് പറിക്കരുത്, തിന്നരുത് എന്ന് അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നിട്ട് പോലും അത് പറിക്കാൻ പ്രേരണ ഉണ്ടാക്കുന്ന ഒരു തരം ദുർബോധനം. ഇതിനെ പറ്റിയാണ് ഇവിടെ വസ്വാസ് എന്ന് പറയുന്നത്. അപ്പം വസ്വാസിൽ ഖന്നാസ്. അപ്പം ഈ വീണ്ടും വീണ്ടും വന്ന് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സുകളിൽ വന്ന് ദുർബോധനം ചെയ്യുക, ഈ ഒരു പണിയെടുക്കുന്ന ഇതിൻ്റെ ഷെറിൽ നിന്ന്. അപ്പോൾ ഇതൊരു ഷെറാണ്, ഈ വസ്വാസ് എന്ന് പറഞ്ഞ ഒരു ഷെറാണ്. നമ്മുടെ മനസ്സിൽ എങ്ങനെ കൊണ്ടുവരും തെറ്റുകൾ. നമ്മൾ ആലോചിച്ച് ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു, ഒരു തെറ്റ് ചെയ്യാൻ നമുക്കറിയാം ഇത് തെറ്റാണ്. ആ തീരുമാനിച്ചപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സാക്ഷി വരും, വേണ്ടടാ, വേണ്ടടി, അത് വേണ്ട, നമ്മൾ ചെയ്യണ്ട എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ വന്ന ഉടനെ തന്നെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇത് ചെയ്തപ്പോൾ എന്താ കുഴപ്പം, ഇതൊക്കെ ആരാ ചെയ്യാത്തതുള്ളത്, ഇതൊക്കെ ചെറിയ തെറ്റല്ലേ, ഞാൻ എത്ര നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ എത്ര ഖുർആൻ ഓതുന്ന ആളാണ്, അതുകൊണ്ട് അള്ളാഹ് അതൊക്കെ പുറത്തു വരും എന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ കൊണ്ടുവരും. അല്ലതീ, അടുത്ത ആയത്ത് നോക്കൂ, അല്ലതീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സുദൂർ, ഇവിടെ സദൂർ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഈ സുദൂറിന് കൽബ് എന്നുള്ള വാക്ക് ഖുറാനിലുണ്ട്. ഈ സുദൂർ എന്ന് പറഞ്ഞാൽ കൽബല്ല. അതായത് രണ്ടും നമുക്ക് നെഞ്ച്, നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെസ്റ്റ്, നെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ ഈ സുദൂർ എന്ന് പറഞ്ഞാൽ കൽബിൻ്റെയും ഉള്ളകത്തെയാണ് നമ്മൾ പറയുക, കൽബിൻ്റെയും അഗാധമായൊരു സ്ഥലം. അപ്പോൾ യുവസ്വി സുഫി സുദൂരിൻ. അപ്പം നമ്മുടെ ചിന്താമണ്ഡലം എവിടെ നിന്നാണോ നമ്മൾ ചിന്ത തലച്ചോറ് നമുക്ക് പറയാം. അപ്പം കൽബിൻ്റെ അകത്തെ ഈ സുദൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഒരു കാര്യത്തെ ഡിസൈഡ് ചെയ്യുകയും ഒരു കാര്യം വേണോ വേണ്ടയോ ഒക്കെ തീരുമാനം ഒരു സ്ഥലം. ആ സ്ഥലത്താണ് നമ്മുടെ ഇബിലീസിൻ്റെ വർക്ക്. അപ്പോൾ ആ ഇബിലീസിൻ്റെ വർക്ക് എന്താണ്? ഈ പണിയെ ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്, നമ്മളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഒരാൾ രാത്രി വിചാരിക്കുകയാണ്, ഇന്ന് രാത്രി എനിക്കൊരു 2-3 മണിക്ക് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം. ഒരാൾ നിയ്യത്തെടുക്കണം. രാത്രി ഒരു ഇശ കഴിഞ്ഞ ഉടനെ അയാൾ നിയ്യത്തെടുക്കണം. നല്ലൊരു മാനസികാവസ്ഥയിൽ അയാൾ എടുക്കുന്ന നിയ്യത്താണ്. നേരത്തെ ഉറങ്ങാന്ന് വിചാരിച്ച അയാൾ ബെഡിൽ കയറി കിടന്നു.
അപ്പോഴാണ് വാട്സപ്പിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കണ്ട് മെസ്സേജ് എടുത്ത് നോക്കി നോക്കുമ്പോൾ ഒരു ആ, ഒരു വയലോ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം എന്തോ ആണെന്നാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അയാൾക്ക് ഒന്ന് നോക്കണം എന്ന് തോന്നി. അപ്പോൾ തന്നെ അവൻ്റെ നല്ല മനസ്സ് അവനോട് പറഞ്ഞു, എടാ നീ നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഖിയാമുലയിൽ നിസ്കരിക്കേണ്ട ആളല്ലേ, നീ ഇങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ അയാളുടെ മനസ്സ് പെട്ടെന്ന് അത് ഫോൺ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള ഒരു മനസ്സിലേക്ക് അയാൾ വന്നു. ഉടനെ തന്നെ വീണ്ടും മനസ്സിൽ ഇത് നല്ലൊരു വയലല്ലേ, നല്ലൊരു കാര്യമല്ലേ, അങ്ങനെ അയാൾ വയൽ ഓപ്പൺ ആക്കി. പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. പിന്നെ അടുത്ത വയൽ എടുക്കണ്, പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ഫണ്ണി ആയിട്ടൊരു വീഡിയോ വരുന്നു, തമാശ വീഡിയോ. അപ്പോൾ അതൊന്ന് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ 1-2 മണിക്കൂർ അയാൾ ഈ ഫോണിലായി. പിന്നെ അയാൾക്ക് നാളെ ഖിയാമുല്ലയിലും തഹജ്ജുദും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നമ്മുടെ അനുഭവത്തിലും ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാവുന്ന സംഗതിയാണ്. അപ്പം നമ്മളെ പലപ്പോഴും ഇബ്ലീസ്, ചെകുത്താൻ, പിശാജ് എന്ത് പറയട്ടെ, ആ ഒരു വിഭാഗം ഒരിക്കലും തെറ്റ് കാണിച്ചുകൊണ്ടായിരിക്കില്ല മിക്ക സമയത്തും വഴിതെറ്റിക്കുക. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനൊക്കെ പഠിക്കുകയും ദീനിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റ്, നിങ്ങൾ ഇന്നത് തെറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് നമ്മളെ പ്രേരിപ്പിക്കുകയല്ല ചെയ്യുക. ശരി കാണിച്ചു തന്നിട്ട് അതിനേക്കാൾ കുഞ്ഞു ശരിയിലൂടെ, ചെറിയ ശരിയിലൂടെ വലിയ ശരിയെ ഇല്ലാതാക്കുന്ന, വലിയ നന്മ ചെയ്യാൻ തീരുമാനിച്ച നമ്മളെ ചെറിയ നന്മയിലേക്ക് ഒതുക്കി നമ്മളെ വലിയ നന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്ന പണിയും ഈ ഇബ്ലീസ് എടുക്കാറുണ്ട്. ഈ ഇബ്ലീസ് അതെടുക്കാൻ 2 വഴികളാണ് സ്വീകരിക്കാറുള്ളത്. അത് അടുത്ത ആയത്തിൽ കൃത്യമായി പറയുന്നു, മിനൽ ജിന്നത്തി വന്നാസ്. നോക്കൂ, ഇവിടെ നാസ് എന്ന് പറഞ്ഞു, ഇവിടെ നാസ് എന്ന് പറഞ്ഞു, ഇവിടെ നാസ്, ഇവിടെ നാസ്. 1 2 3 4 ഈ 4 സ്ഥലത്തും നാസ് എന്ന് പറഞ്ഞ അതേ നാസ് എന്ന് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അതായത് ഇബ്ലീസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജിന്ന് വർഗത്തിൽപ്പെട്ട, ഒന്ന് മനുഷ്യരിലും പെട്ട. അപ്പം മനുഷ്യരിൽ ഇബ്ലീസ് ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയാം. കാരണം ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് പടച്ച, തീ എന്ന് പറയുമ്പോൾ ഫയർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അടുപ്പത്ത് കത്തുന്ന അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയിൽ ഉണ്ടാകുന്ന തീയായിട്ട് അതിനെ കമ്പയർ ചെയ്യരുത്. നമ്മൾ അങ്ങനെ വിചാരിക്കും ചെയ്യരുത്. അങ്ങനെയാണ് ഇപ്പോൾ നാട്ടിലുള്ള തീയൊക്കെ ഇബ്ലീസാന്ന് പറയേണ്ടത്. അതല്ല, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച മലക്കുകൾ എന്ന് പറയുമ്പോൾ ട്യൂബ് ലൈറ്റ്, സൺലൈറ്റ്, നമ്മുടെ ലൈറ്റ് ഒന്നും അല്ല. അത് നമ്മളാർക്കും നമുക്ക് നമ്മുടെ കാഴ്ചകൾക്ക് കാണാൻ സാധിക്കാത്ത മറ്റൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റാണ് ഈ മലായിക്ക. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ റൈറ്റും ലെഫ്റ്റും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും ഈ മലായിക്കത്തുണ്ട്. ആ മലക്കുകളെ പറ്റി പറഞ്ഞതുപോലെ ഇബ്ലീസ് എന്ന് പറഞ്ഞ തീ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജിന്ന് വർഗത്തിൽപ്പെട്ട ഏതോ ഒരു തീ, ആ തീയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കാത്ത, സ്പർശിക്കാൻ സാധിക്കാത്തൊരു വിഭാഗം, അത് നമ്മുടെ മനസ്സുകളിൽ വർക്ക് ചെയ്യുന്നു. കോവിഡ് വന്ന കാലത്ത് കോവിഡ് നമ്മൾ ആരെയും കണ്ടോ? കോവിഡ് വൈറസിൻ്റെ രൂപമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇത്തരം ബാക്ടീരിയാസ്, അണുക്കളൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അതിനേക്കാളും ചില അണുക്കളൊക്കെ നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കാണാം. പക്ഷേ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത എത്രയോ വൈറസ് എന്ന് തന്നെ പറയാം, വൈറസുകളുണ്ട്. ആ വൈറസുകളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ എത്രയോ മൈന്യൂട്ട് ചെറിയ അംശമുള്ള ഒരു സംവിധാനമാണ് ഈ ഇബിലിസ്. നമുക്കങ്ങനെ പറയാം, ജിന്നുവർഗം. നമുക്ക് കാണാൻ കഴിയില്ല, മനുഷ്യന് കാണാൻ കഴിയില്ല. അപ്പോൾ ആ ജിന്നുവർഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും മോശക്കാരല്ല കേട്ടോ, നല്ലൊരു ശതമാനം നല്ലവരാണ്. ആ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇബ്ലീസ്. നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഫൈ ഓണാക്കുമ്പോൾ വൈഫൈ കിട്ടുന്നു, നെറ്റ് കിട്ടുന്നു. വൈഫൈ എവിടെ നിന്ന് വരുന്നു? അതിൻ്റെ ആ സിഗ്നലുകൾ എവിടെ നിന്ന് വരുന്നില്ല. സിഗ്നൽ നമുക്ക് കാണാനും പറ്റില്ല, സ്പർശിക്കാനും പറ്റില്ല, പക്ഷെ നമ്മൾക്ക് ഉണ്ടെന്ന് ഉറപ്പിക്കാം. എന്ന പോലെ ഒരു ഫോണിലേക്ക് വൈഫൈ സിഗ്നലുകൾ എത്തുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വൈഫൈ പോലെ ഇബ്ലീസ് കടന്നിറങ്ങുന്നു. അതാണ് ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ്. ഇനി ഇവിടെയുള്ള ഇബ്ലീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ദുർബോധനമൊക്കെ നടത്താൻ പറ്റുമെങ്കിലും അങ്ങോട്ട് വഴിതെറ്റിക്കാൻ ഇബ്ലീസിന് സാധിക്കില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ്ക്കെ ബന്ധായ, അള്ളാഹിൻ്റെ ഏറ്റവും നല്ല അടിമകളായ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള, നിരന്തരം അള്ളാഹിൻ്റെ ദിക്റിലും ഫിക്റും ജീവിക്കുന്ന, ഹിദായത്ത് തേടിക്കൊണ്ടിരിക്കുന്ന, ഖുർആൻ മുറുകെ പിടിച്ച് അള്ളാഹുവിലേക്ക് അണയണമെന്നും അള്ളാഹുവിൻ്റെ നാളത്തെ സ്വർഗപ്രവേശനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ത് മാർഗത്തിൽ ത്യജിക്കാൻ സന്നദ്ധരായിട്ടുള്ള, ത്യാഗസന്നദ്ധരായ ഒരു വിഭാഗം ദുനിയാവിലുണ്ട്. അത് പാവപ്പെട്ടവരിലുണ്ട്, പണക്കാരിലുണ്ട്. ആ മനുഷ്യന്മാർ
അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇബിലീസിന് കടന്നു കയറാൻ കഴിയൂല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇബിലീസ് എടുക്കുന്ന സെക്കൻഡ് പോളിസി പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ എ, രണ്ട് പ്ലാനേ ഇബിലീസിനുള്ളൂ. പ്ലാൻ എ, ഡയറക്റ്റ് ആയിട്ട് മനസ്സിനെ പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിനെ സ്വാധീനിക്കുകയും മനസ്സിനെ പ്രേരിപ്പിക്കുകയും ആ തെറ്റിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ഇബിലീസിന്റെ ടാസ്ക്. അങ്ങനെ ഒരാളുടെ മനസ്സിലും ശരീരത്തിലും ഇബിലീസിന് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ഞാൻ ഇത് ശരിയാണോ എന്നറിയില്ല. ഞാൻ എൻ്റെ പഠനത്തിലൊക്കെ പല കഥകളിലും കേട്ടതാണ്. തെറ്റാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് തിരുത്താം, നിങ്ങളുടെ അറിവിനെയും തിരുത്താം. ആദം ഹൗവ ദമ്പതികൾ, ആദം അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ ആ പഴം കഴിച്ചിരുന്നില്ല എന്നത്രേ. ആദം അലൈഹി സ്വലാമിന് ആ പഴം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദം അലൈഹി സ്വലാം മുന്നോട്ട് പോയത്. കാരണം ആ പഴം അവിടെ ഉണ്ടായിട്ടും ആദം അലൈഹി സ്വലാം കണ്ടിട്ടും ആ പഴത്തിൻ്റെ അടുത്ത് പോലും പോവാതെ മാറി നടന്നു എന്നാണ്. അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹൗവ ബീവിയുടെ ഒരു തരം പ്രേരണ, ഹൗവ കൂടി പറയും നമുക്കിങ്ങനെ കാലാകാലം സ്വർഗത്തിൽ ഇവിടെ സ്ഥിരപ്പെടുന്നതാണ് മനസ്സ് പറയുന്നത്, മനസ്സ് മന്ത്രിക്കുന്നത്. അതുകൊണ്ട് അത് കഴിച്ച് നമുക്കിവിടെ കാലാകാലം നിൽക്കാം നമ്മൾ എന്ന ഒരു ചിന്ത ആദം അലൈഹി സ്വലാമിലേക്ക് പകരുന്നത് ഹൗവയിലൂടെയാണ്. എന്ന് വെച്ചാൽ ആദം നബിയുടെ കൽബിനെ സ്വാധീനിക്കാൻ പിശാചിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും ആ ഹൗവയിലൂടെ കാര്യം സാധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതേ സംഭവം നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സ്ത്രീ ആണെങ്കിൽ, സഹോദരിമാരാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവാണ് ആണുങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യ, ഇത് വെച്ചിട്ടൊന്ന് പറയാം. ഒരു ഭർത്താവ് ഒരിക്കൽ തീരുമാനിക്കുകയാണ്, ഇത് എല്ലാ ഭാര്യമാരും ഇങ്ങനെയാണെന്നല്ല, ഈ ഒരു എക്സാമ്പിളിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഒരു ഭർത്താവ് ഒരു ദിവസം പിന്നെ അറിഞ്ഞു എൻ്റെ അനിയൻ, കച്ചവടം ചെയ്യുന്ന അനിയന് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആകെ കടവും ബുദ്ധിമുട്ടുമാണ്, ആ വീട്ടിൽ ഇനി മുന്നോട്ട് പോയാൽ അടുപ്പ് പുകയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ അവിടെ അത്രയും ദാരിദ്ര്യമാണെന്ന് മനസ്സിലാക്കിയ ജ്യേഷ്ഠന് അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഒരു 1,00,000 രൂപ അവൻ്റെ ബിസിനസ്സിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിലുള്ള ഒരു പൈസ എടുത്തിട്ട് അനിയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവനോട് കടമായിട്ട് കൊടുക്കാനാണ് വിചാരിച്ചത്. സദക്ക ചെയ്യാനല്ല, സദക്ക ചെയ്യാനും ക്വാളിറ്റിയുള്ള ജ്യേഷ്ഠനാണ് കേട്ടോ, അത്രയും സാമ്പത്തിക കഴിവുള്ള ജ്യേഷ്ഠനാണ്, സ്വന്തം ചോരയാണ്. പൂർവ്വകാലത്ത് എന്തൊക്കെയോ ഒരു തമ്മിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൻ ബുദ്ധിമുട്ടിലാണ്, അവനെ സഹായിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അവനതാണ് ചിന്തിക്കുന്നത്. നന്മ ചിന്തിച്ചുകൊണ്ട് പൈസ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കാറിൻ്റെ ചാവി എടുക്കാൻ പോകുമ്പോൾ വൈഫ് ചോദിച്ചാൽ എന്താ എങ്ങോട്ടാ പോകണം? വൈഫല്ലേ, എല്ലാം പറയണല്ലോ. ഞാൻ എൻ്റെ അനിയന് നല്ല ബുദ്ധിമുട്ടില്ല, സംഗതി എന്തൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ അകൽച്ചയിലൊക്കെ ആണെങ്കിലും നല്ലൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ യഥാർത്ഥത്തിൽ നല്ല കാര്യം ചെയ്യുന്നത്. ശരിക്കും ഭാര്യ പറയേണ്ട കാര്യം, ആ ശരി ഞങ്ങളെ അനിയനല്ല എന്തായാലും അത് കൊടുത്താളി എന്ന് പറയേണ്ടതിന് പകരം അപ്പം തന്നെ ഇബ്ലീസ്, കാരണം ഇത്രയും നേരം ഇബ്ലീസ് ഇയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ ഒരു നന്മ തടയാൻ വേണ്ടിയുള്ള, കാരണം ഇബ്ലീസ് ആണല്ലോ ഇത്രയും കാലം ഈ ജ്യേഷ്ഠാനുജന്മാരെ തെറ്റിച്ചിട്ട് പലതും പറഞ്ഞ് തെറ്റിപ്പിച്ച് അങ്ങനെ നിർത്തിയത്. ഓക്കെ, അതാണല്ലോ ഇബ്ലീസിന്റെ പണി, ബന്ധങ്ങൾ തെറ്റിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഇബ്ലീസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. അത് തന്നെയാണ്. അതിലെല്ലാം പിന്നെ ദീൻ പിന്നെ ഇല്ലല്ലോ, ബന്ധങ്ങൾ അകലുന്നതോടുകൂടി. അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ ഈ ഭാര്യയുടെ മനസ്സിലേക്ക് കയറുകയാണ് ഇബ്ലീസ്. എന്നിട്ട് പറയാ, ഇപ്പം കൊടുക്കേണ്ട പൈസ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിപ്പോൾ എത്ര +2 കഴിഞ്ഞ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, നമ്മൾ ഇപ്പോൾ കൊടുത്തതിന് ഇവരെന്തായാലും ഇപ്പോൾ കുടുങ്ങി നിൽക്കുക, ഞാനും അറിഞ്ഞിടത്തോളം നിങ്ങൾ ചെറിയൊരു 10,000 റുപ്യ കൊടുത്താൽ മതി, തൽക്കാലം ഓൽക്കുള്ളത് മതി, നിങ്ങൾ ഈ 1,00,000 ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ നന്മ, ഒരു പക്ഷേ ഈ 1,00,000 കൊടുത്താൽ അവൻ്റെ ബിസിനസ് മെച്ചപ്പെടുകയും ഒരു വർഷം അടുത്ത വർഷം ആ 1,00,000 ഇങ്ങോട്ട് തിരിച്ചു തരാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു മേ ബി. പക്ഷെ ആ ഒരു വലിയ നന്മയെ ആരാണിത് തടഞ്ഞു നിർത്തിയത്? അപ്പോൾ ഈ പെണ്ണാണ്. ഞാൻ പെണ്ണുങ്ങളെ എല്ലാവരെയും കുറ്റം പറയല്ല, ഈ ഒരു സംഭവത്തെ ഒരാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് തിരിച്ചാവട്ടെ, അങ്ങനെ സംഭവിക്കാമല്ലോ, ഒരാണോ ആവട്ടെ പെണ്ണാവട്ടെ നമ്മൾ ആരാവട്ടെ, ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് മനുഷ്യരൂപത്തിൽ തന്നെ വന്ന്, അത് ഉമ്മയായിട്ട് വരാം, ഭർത്താവായിട്ട് വരാം, മക്കളായിട്ട് വരാം, അയൽവാസിയായിട്ട് വരാം, സുഹൃത്തായിട്ട് വരാം, ആരായിട്ടും വരാം. അങ്ങനെ വന്ന് നമ്മളുടെ ആ നന്മയെ തടസ്സം നിൽക്കുന്ന, ഇത് കമ്മിറ്റികളിലും ഉണ്ടാവും കേട്ടോ. ഒരു പള്ളി കമ്മിറ്റി മീറ്റിംഗ് ആണ്, എന്നിട്ട് ഒരു കമ്മിറ്റിയിൽ നല്ലൊരു അഭിപ്രായം വന്ന് എല്ലാവരും കൂടെ ഒരു നന്മ ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ ഒറ്റ അഭിപ്രായ, അത് ചെയ്യാൻ വരട്ടെ, അവനങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഓൻ കഴിഞ്ഞ പണ്ടേ അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് ആ വിഷയമായിട്ട് വെള്ളത്തിലാക്കുന്ന വർത്താനം പറയുന്ന ആളുകൾ, നന്മക്ക് തടസ്സം നിൽക്കുന്ന ആളുകൾ പിശാചിന്റെ പ്രവർത്തനം നടത്തുന്നവരാ.
അതെല്ലായിടും, എല്ലാ കമ്മിറ്റികളിലും സംഘടനകളും പാർട്ടികളിലും ഓഫീസുകളിലൊക്കെ ഈ മനുഷ്യന്മാരുണ്ട്, ഇത്തരം ആളുകളുണ്ട്. ഒരുപക്ഷെ അവർ പറയുമ്പോൾ അവർക്കറിയില്ല ഞാൻ വലിയൊരു നന്മക്ക് തടസ്സം നിൽക്കുക എന്നുള്ളത്. അവരവരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തോ എന്നും അയാൾ പറയും. പക്ഷെ നാവ് എടുക്കുമ്പോൾ സൂക്ഷിക്കണേ പ്രിയമുള്ളവരെ. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ സംസാരിച്ചതിൻ്റെ പേരിലല്ല, സംസാരിക്കാതിരുന്നതിൻ്റെ പേരിൽ എനിക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പലയിടത്തും മൗനം പാലിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, അതിലൊന്നും എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ സംസാരിച്ചത് പോയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ജീവിതത്തിൽ പിന്നീട് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വരെ പറഞ്ഞ ആ ഒരു സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാക്ക് ഈ ഡിവോഴ്സ് ആവട്ടെ, നമ്മുടെ ലൈഫിലൊക്കെ ഡിവോഴ്സ് നടക്കല്ലോ. അപ്പോൾ ഈ ഡിവോഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ പിരിയുന്നതാവട്ടെ, ഈ ബന്ധങ്ങളൊക്കെ തകരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാക്ക്. ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ വളരെ നാവിനെ സൂക്ഷിക്കണം. നമ്മൾ പറയുന്ന പല വാക്കും നമ്മുടെ മനസ്സാക്ഷി പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. ഒരു പ്രത്യേകമായ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അത് ഇബ്ലീസ് ചെകുത്താൻ നമ്മളെ ദുർമന്ത്രണം ചെയ്ത് നമ്മളെ പ്രേരിപ്പിച്ച് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. പിശാച് രണ്ട് രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പോഴും ഇന്നും ഇന്നലെയും ഇന്ന് രാത്രിയും നാളെയും ഒക്കെ ഇബ്ലീസ് നമ്മുടെ പിന്നിലുണ്ട്, കൂടെയുണ്ട്. എന്ത്? രണ്ട് രീതിയിൽ. നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ സുദൂർ എന്ന് പറയുന്ന നെഞ്ചിൻ്റെ ഉള്ളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പിശാച്, ആ പിശാച് അങ്ങനെ നിരന്തരം നമ്മളെ തെറ്റുകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇലാഹായ മലിക്കായ റബ്ബിൽ നമ്മൾ അഭയം തേടുന്നതോടുകൂടി പിശാചിൻ്റെ ഒരു പ്രവർത്തനവും നമ്മുടെ ശരീരത്തിൽ നടക്കുകയില്ല. നമ്പർ 1. നമ്പർ 2, വന്നാസ്, ജനങ്ങൾ മറ്റുള്ളവർ വഴി നമ്മളെ അടുത്തേക്ക് പിശാച് പ്രേരണകളുമായി വന്നാലും അതിനൊക്കെ അഭയം ചോദിക്കാൻ ഈ സൂറത്ത് നിരന്തരമായിട്ട്, ഇത് ഉറങ്ങുമ്പോൾ മാത്രം ഓതേണ്ടതല്ല, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഈ സൂറത്ത് നിരന്തരം ഓതിക്കൊണ്ടിരിക്കുക. പിശാചിൽ നിന്നുള്ള ഉപദ്രവം 100% മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. അത് അള്ളാഹുവോട് നമ്മളത് തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. പിശാചിനെ പറ്റി നമ്മൾ അലേർട്ട് ആവുക എന്നുള്ളതാണ്, നമ്മൾ ഈ ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ്. പിശാച് ആ ഒരു ചിന്ത, ഒരു കാര്യം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ ഈ ഖുറാൻ ക്ലാസ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കും. ഇതിങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വോയിസ് ആണ്, അല്ലെങ്കിൽ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മനസ്സിലേക്ക്, ഇത് മുഴുവൻ കാണുന്നവർക്കാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ പിന്നെ രസം നിങ്ങൾക്ക് മനസ്സിലാവുക. അതിൻ്റെ ഇടയ്ക്ക് പല കാര്യവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും ഇബ്ലീസ്. നമ്മളൊരു ഖുറാൻ ക്ലാസ് കേൾക്കുമ്പോഴേ, ഇത് എനിക്കുള്ള അനുഭവമാണ് കേട്ടോ ഞങ്ങളോട് പറയുന്നത്. ഇപ്പം പ്രവാചക അൽ ഫുർഖാൻ എന്ന് പറഞ്ഞ മറ്റൊരു ചാനലുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവാചക ചരിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പലതും ഇബ്ലീസ് കൊണ്ടുവരും. ഇതുവരെ ഓർമ്മയില്ലാത്ത പല പണികളും, അത് ചെയ്തോ, ഇത് ചെയ്തോ, അത് ചെയ്യാൻ മറന്നുപോയില്ലേ, ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളതൊന്നും എങ്ങനെയെങ്കിലും ഒന്നും ഇങ്ങോട്ട് ഒഴിവാക്കി കിട്ടണം. ഇബ്ലീസിന് സഹിക്കണില്ല നമ്മളിത് പഠിക്കുന്നത്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മൾ ഈ കാര്യത്തിലൊരു തീരുമാനം എൻ്റെ ഉലൂഹിയത്തിലുള്ള തീരുമാനമാണോ, എൻ്റെ റബ്ബ് ഇഷ്ടപ്പെട്ട തീരുമാനമാണോ, അതോ പിശാചിൻ്റെ പ്രേരണകൾക്ക് വഴിപ്പെട്ട് പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തീരുമാനമാണോ ഇക്കാര്യത്തിൽ ഞാൻ എടുത്തതെന്ന് മൈന്യൂട്ടായ ചെറിയ കാര്യം മുതൽ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നമ്മളൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. സൂറത്തുൻ നാസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പൈശാചിക പ്രേരണകളിൽ നിന്നും നമ്മളെ, എന്നെയും നിങ്ങളെയൊക്കെ അള്ളാഹ് കാക്കട്ടെ എന്ന ദുആയോടുകൂടി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ.